എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഈ പറയുന്ന പെയിൻറ്റ് ഇങ്ങനെ റിമൂവ് ചെയ്യുക എന്നുള്ളത്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു എക്യുപ്മെൻറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇലക്ട്രിക് റിമൂവർ യൂസ് ചെയ്തിട്ട് ആ പെയിൻറ്റ് മൊത്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെയും നമുക്ക് ഡൈവ് ഉണ്ടായിരുന്നു. ഇവരെന്തോ ജസ്റ്റ് ട്രയൽ ഡൈവിന് വേണ്ടി വന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡൈവിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെപ്പോഴും ആദ്യം വന്ന് ചടപടയെന്ന് പറഞ്ഞ് ഡൈവിങ് പഠിക്കില്ല. നിങ്ങൾ ആദ്യം പോയിട്ട് ഒരു ട്രയൽ ഡൈവ് എടുക്കൂ. ഏതെങ്കിലും ഡൈവ് സെൻറ്ററിൽ പോയിട്ട് ഒരു ട്രയൽ ഡൈവ് എടുത്തിട്ട് നിങ്ങൾക്ക് വെള്ളത്തിന് ഓക്കെയാണ്, നിങ്ങൾക്കിടെ ചെവിക്കൊരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പേടിയില്ല എന്നൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വിമ്മിങ് ഒക്കെ ഓക്കെ ആണെന്നതിന് ശേഷം മാത്രം ഡൈവിങ് പഠിക്കുക. നമ്മൾ ഇത്രയും ലക്ഷം രൂപയൊക്കെ കെട്ടി വെച്ചിട്ട് അവസാനം വന്നിട്ട് സ്വിമ്മിങ് അറിയില്ല, മറ്റേതറിയില്ല എന്ന് പറയുമ്പോൾ പഠിപ്പിക്കുന്നത് നമുക്കും അതൊരു ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നിടത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വരിക എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഈ പബ്ലിക്കായിട്ട് ലൈക്ക് ഡ്രസ്സൊക്കെ മാറാൻ ഇതൊക്കെ ഞാൻ ഇപ്പോൾ പഠിച്ചു കേട്ടോ. ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങളില്ല എന്നല്ല, നമുക്ക് ആ ഒരു മടി അല്ലെങ്കിൽ അതൊന്നും ഈ ഒരു ജോബിൽ നോക്കി നിന്നിട്ട് കാര്യമില്ല. എനി ടൈം എന്ത് പ്രശ്നം അല്ലെങ്കിൽ എപ്പോഴാണ് ഡൈവിലെടുത്ത് ചാടേണ്ടി വരിക എന്ന് പറയില്ല. ആ സമയത്ത് നമ്മളിപ്പോൾ ബാത്റൂം നോക്കി നടക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഡ്രസ്സ് മാറാനോ അതൊന്നും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ എത്രയൊക്കെ രീതിയിൽ നമുക്ക് സേഫായിട്ട് ഡ്രസ്സ് മാറാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ഡൈവിങ്ങിലേക്ക് വന്നതിന് ശേഷം അങ്ങനത്തുള്ള കുറേ മടികൾ. അതാണ് ഞാൻ പറഞ്ഞത്. പണ്ട് ഒരു 4-5 വർഷം മുമ്പ് ഞാൻ ഘോരം സംസാരിക്കുമായിരുന്നു എന്ത് സമത്വത്തെ പറ്റിയിട്ട്, സ്ത്രീ സമത്വത്തെയൊക്കെ പറ്റിയിട്ട്. എൻ്റെ അന്നത്തെ ആ ഒരു ചിന്താഗതി വളരെ തെറ്റായിരുന്നു. ഞാൻ മൊത്തമായിട്ട് ഇതുപോലെ പുരുഷന്മാരെ അടക്കി ഇതാക്കുമായിരുന്നു. ആക്ഷേപിക്കുക എന്നല്ല, ഞാൻ അവരൊന്നും കുറ്റമൊന്നും പറയുന്നില്ല, ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡൈവിങ്ങിലേക്ക് വന്നതിന് ശേഷം എൻ്റെ ആ ഒരു ചിന്താഗതി എൻറ്റയർലി മാറിക്കിട്ടി. ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കേണ്ടത് അവരെപ്പോലെ ആവണം. അവരെപ്പോലെ ഒരിക്കലും നമുക്കും നമ്മളെപ്പോലെ ഒരിക്കലും അവർക്കും ആവാൻ വേണ്ടി പറ്റത്തൊന്നുമില്ല. നമുക്ക് സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്, കഴിവ് തെളിയിക്കുന്ന കാര്യങ്ങളുണ്ട്, പുരുഷന്മാർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. എവിടെയാണ് ഇക്വാലിറ്റി പ്രശ്നം, എവിടെയാണ് സംസാരിക്കേണ്ടതെന്നുള്ളത്, ഇപ്പോൾ രണ്ടുപേരും ഒരേ കാര്യത്തിൽ ഒരുപോലെ ഇപ്പോൾ ഈ കാണിക്കുന്നത് പോലെ ഇപ്പോൾ ഏണിയെടുക്കാനും ഇതെടുക്കാനും ഒക്കെ അവരെപ്പോലെ ഞാനും ഓക്കെയാണ്. അവരതേ അല്ലെങ്കിൽ ഒരു ഇതിൽ ഞങ്ങൾ ഒരുപോലെ, ഒരു പുരുഷനും സ്ത്രീയും ഒരുപോലെ നിൽക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു ഓട്ട മത്സരത്തിൽ കറക്റ്റ് ടൈം ഞാനും എടുക്കുന്ന ടൈമും അവനെടുക്കുന്ന ടൈമും ഒരുപോലെ, ഞങ്ങളുടെ വെയിറ്റ് ഒരുപോലെ, വാട്ടെവർ എല്ലാം ഒരുപോലെയാണ്. എന്നിട്ടും പുരുഷൻ അവിടെ എന്നെക്കാട്ടിയും ഇത് കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവനൊരു സെലക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അവിടെയാണ് എനിക്ക് ഹേർട്ട് ആവേണ്ടത്, അല്ലേ? രണ്ടുപേരും ഒരുപോലെ നിന്നിട്ട് അവിടെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലാതെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല എന്നാൽ എല്ലാം ചെയ്യുന്ന ഒരാൾ അയാളെപ്പോലെ ആണെന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമേ അല്ല. തിരിച്ചു അങ്ങനെ കുറേ മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അത് തീറ്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി.